ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് യോഗിനി ഏകാദശി. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 ജൂലൈ 10 രാവിലെ 8:16 മുതൽ ജൂലൈ 11 രാവിലെ 5:22 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2026 ജൂലൈ മാസം 11 ശനിയാഴ്ച, അന്നാണ് നമ്മൾ യോഗിനി ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഏകാദശി എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ഹൈന്ദവ വിശ്വാസിയും ആചരിക്കുന്നത്? ഹിന്ദുമത വിശ്വാസം അനുസരിച്ചിട്ട് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം അവന്റെ പാപങ്ങളെല്ലാം അവസാനിക്കുകയും ഇനി ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകാതെ മോക്ഷം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇനിയും ഈ കലിയുഗത്തിൽ ഇനിയൊരു ജന്മം വേണ്ട. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ആചരിക്കേണ്ടുന്ന വ്രതമാണ് ഏകാദശി. ഒരു ഹൈന്ദവ വിശ്വാസിയുടെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ, ഒരു ഹൈന്ദവ വിശ്വാസി ഏകാദശി നിർബന്ധമായും എടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശിയാണ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്? ഏകാദശിയുടെ തലേ ദിവസം അന്ന് ഒരിക്കലൂടാണ് പതിവ്. രാവിലെയും വൈകുന്നേരവും പഴങ്ങൾ എന്തെങ്കിലും ഭക്ഷിക്കുക. ഉച്ചയ്ക്ക് ഒരു അല്പം ചോറ്, എന്തെങ്കിലും വളരെ ലഘുവായിട്ടുള്ള കൂട്ടാൻ, ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയോ മോരോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി കഴിക്കുക. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഏകാദശി ദിവസം അതിരാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് വിളക്കു തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. ഒരു തരത്തിലുള്ള ധാന്യ ഭക്ഷണങ്ങളും ഏകാദശി ദിവസം നമ്മൾ ഉപയോഗിക്കാറില്ല. അരി, ഗോതമ്പ്, റാഗി, തിന, ഓട്സ് ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ധാന്യങ്ങളും, ചെറുപയറ്, വൻപയറ്, കടല, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി എന്തൊക്കെ ഉപയോഗിക്കാം? നിലക്കടല, കപ്പലണ്ടി നമുക്ക് ഉപയോഗിക്കാം. ചൗവരി, നമ്മൾ പായസത്തിനൊക്കെ ചേർക്കുന്ന ചൗവരി, സാബുദന, അത് നമുക്ക് ഉപയോഗിക്കാം. പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പാലുൽപ്പന്നങ്ങൾ, അതായത് പാല്, മോര്, തൈര്, വെണ്ണ, നെയ്യ്, പനീർ, ഇതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഏകാദശി ദിവസം നമുക്ക് ഏകാദശി പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ചേർത്ത് വേവിച്ച് തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് പുഴുക്കുണ്ടാക്കി കഴിക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടും നമുക്ക് ഏകാദശി എടുക്കാം, ഭക്ഷണം കഴിക്കാതെയും ഏകാദശി എടുക്കാം. പൂർണ്ണമായി ഉപവസിച്ച് ഏകാദശി എടുക്കുന്ന ആളുകളുണ്ട്. പാലും പഴങ്ങളും മാത്രം കഴിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളുണ്ട്. ഒരു നേരം മാത്രം എന്തെങ്കിലും കഴിച്ച് അങ്ങനെ ഏകാദശി എടുക്കുന്ന ആളുകളുണ്ട്. ജലം മാത്രം കുടിച്ചുകൊണ്ട് ഏകാദശി എടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി, സാഹചര്യം ഇവ നോക്കിയിട്ട് എങ്ങനെ ഏകാദശി എടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുക. പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം. പ്രാർത്ഥിക്കാതെ എന്തൊക്കെ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. നന്മ മനസ്സിലുണ്ടാകണം, ഭഗവാനെ സ്നേഹിക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ള സഹജനങ്ങളെ അവരെയും നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം. മാനവ സേവയാണ് മാധവ സേവ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭക്തരെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. എൻ്റെ ഭക്തരെ സേവിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അവരെ സേവിക്കുന്നവരെയും എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ 7 തവണ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ഭക്തവാത്സല്യം ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം.
അക്കാര്യങ്ങളൊക്കെ പ്രധാനമായും നമ്മൾ മനസ്സിൽ വെക്കുക. ഏകാദശിയുടെ പിറ്റേ ദിവസം നമ്മൾ കൃത്യസമയത്ത് തന്നെ പാരണ വീടണം. ഇനി പ്രധാനമായുമുള്ള സംശയം, പുലയും ബാലായ്മയും ഉള്ളപ്പോൾ, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഏകാദശി അനുഷ്ഠിക്കാം? നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാനും ക്ഷേത്രത്തിൽ പോകാനും സാധിക്കുകയില്ല. പക്ഷേ അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ച് ഏകാദശി പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് നാമം ജപിച്ച് നിങ്ങൾക്കിരിക്കാം. പിറ്റേ ദിവസം പാരണാ സമയത്ത് കൃത്യമായി നമ്മൾ നമ്മുടെ മുറിയിൽ കുളിച്ച് നാമം ജപിച്ച് പ്രാർത്ഥിച്ച്, നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് നാമം ജപിക്കാം, പ്രാർത്ഥിക്കാം, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. അങ്ങനെ നിങ്ങളുടെ ആ ഒരു വ്രതം ഭഗവാന് സമർപ്പിക്കാം. ഏകാദശിയുടെ കഥ പറയാം. അതിലൊന്നും തന്നെ യാതൊരു തെറ്റുമില്ല. അതും ഏകാദശിയായിട്ട് തന്നെ ഭഗവാൻ കണക്കാക്കും. കാരണം രജസ്വലയായിരുന്ന ദ്രൗപദിയെ ഭഗവാൻ ഓടി വന്ന് രക്ഷിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഭഗവാന് ഇങ്ങനെയുള്ള ശുദ്ധവും അശുദ്ധവും ഒന്നുമില്ല. അതിനൊക്കെ മുകളിലാണ് ഭഗവാൻ. പക്ഷേ ക്ഷേത്രവിശ്വാസവും ക്ഷേത്ര ആരാധനയും അനുസരിച്ചിട്ട് നമ്മൾ ഈ സമയങ്ങളിൽ കയറാറില്ല. അത് വേറൊരു ശാസ്ത്രം. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലിരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ചെറിയ ചെറിയ നാമങ്ങൾ ജപിക്കുന്നതിനും ഒന്നും തന്നെ ഇതൊന്നും യാതൊരു തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകമായി എല്ലാവരും ഓർക്കണം. ഏകാദശിയുടെ കഥ നമ്മൾ മനസ്സിലാക്കണം. ഏകാദശിയുടെ കഥ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർത്തിയാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഏകാദശിയുടെ കഥയൊന്ന് നോക്കാം. ഈ യോഗിനി ഏകാദശിയുടെ കഥ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അല്ലയോ കൃഷ്ണ, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? എന്താണ് ഈ ഏകാദശിക്ക് ഇത്രയും പ്രാധാന്യം വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് യോഗിനി ഏകാദശി എന്നാണ് പറയുന്നത്. 3 ലോകങ്ങളിലും ഈ ഏകാദശി വളരെ പ്രസിദ്ധമാണ്. ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ഒരുവന്റെ എല്ലാ പാപങ്ങളും നശിക്കും. അവന് ഇഹലോകത്തിൽ ആനന്ദം അനുഭവിക്കുവാനും അവസാനം അവന് മോക്ഷം ലഭിക്കുവാനും കാരണമാകും. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പണ്ട് അളകാപുരി എന്ന നഗരത്തില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആരാണ് അളകാപുരിയുടെ രാജാവ്? കുബേരൻ. കുബേരൻ യക്ഷന്മാരുടെ രാജാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ദാസൻ ഉണ്ടായിരുന്നു. ആ ദാസന്റെ പേര് ഹേമമാലി എന്നായിരുന്നു. കുബേരൻ വലിയ ശിവഭക്തനായിരുന്നു. ശിവനെ ആരാധിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും പൂക്കൾ കൊണ്ടുവരുന്ന ജോലിയായിരുന്നു ഈ ഹേമമാലിക്കുള്ളത്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ തന്നെ മുടങ്ങാതെ ഈ ഹേമമാലി ശിവപൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് കുബേരന് കൊടുക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഹേമമാലിയുടെ ഭാര്യയുടെ പേര് വിശാലാക്ഷി. ഹേമമാലി തൻ്റെ ഭാര്യയുടെ കൂടെ കുറെ അധികം നേരം ചിലവഴിച്ചു. അതുകൊണ്ട് അന്നത്തെ ദിവസം മാനസ സരോവരിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് കൃത്യസമയത്ത് ഹേമമാലിക്ക് കുബേരന് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഭാര്യയുടെ കൂടെ അങ്ങനെ രസിച്ച് ആനന്ദിച്ച് സമയം ഉച്ചയായി. രാവിലെ ശിവപൂജ ചെയ്യേണ്ടതാണ് കുബേരന്. പൂക്കൾ എത്തിയിട്ടില്ല. കുബേരൻ കാത്തു ഉച്ചവരെ നോക്കി. ഉച്ചയായിട്ടും ഹേമമാലി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹേമമാലി എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നതിനായിട്ട് കുബേരൻ തൻ്റെ കുറച്ച് മറ്റ് ഭൃത്യന്മാരെ അയക്കുന്നു. ഇവര് ഹേമമാലിയുടെ വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് ഹേമമാലി അതാ ഭാര്യയായ വിശാലാക്ഷിയുമായി കളിച്ചു ചിരിച്ചിരിക്കുന്നു. ആ കാര്യം ഈ ഭടജനങ്ങൾ വന്ന് കുബേരനോട് പറയുന്നു. കുബേരന് വലിയ ദേഷ്യമായി. കുബേരൻ
പെട്ടെന്ന് തന്നെ ഹേമമാലിയെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് ഉത്തരവിടുന്നു. ഹേമമാലി പേടിച്ചു പോയി. ഹേമമാലിയെ പിടിച്ചുകൊണ്ട് കുബേരന്റെ മുമ്പിൽ ഹാജരാക്കി. വിറച്ചു നിൽക്കുകയാണ് ഹേമമാലി. ആ സമയത്ത് കുബേരൻ ശാസിച്ചു ഹേമമാലിയെ, നീ എന്നെയല്ല അപമാനിച്ചത്, മഹാദേവനെയാണ് നീ അപമാനിച്ചത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഹേമമാലിയെ കുബേരൻ അങ്ങ് ശപിക്കുകയാണ്. എന്താണ് ശപിച്ചത്? ഭാര്യയിൽ നിന്നും വേർപെട്ട് നീ ഭൂമിയിലേക്ക് പോകട്ടെ, എന്നിട്ട് ഭൂമിയിൽ ഒരു കുഷ്ഠരോഗിയായി ജീവിക്കുക, ഇതാണ് ശാപം. അതോടുകൂടി ഹേമമാലി ഭൂമിയിലെത്തി. അവിടെ ഒരു കുഷ്ഠരോഗിയായിട്ട് ഇങ്ങനെ കഴിയുകയാണ്. ഭാര്യയുമായി വേർപെട്ടു. ആ വിരഹദുഃഖം ഹേമമാലിയെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. പക്ഷേ മഹാദേവനെ ഭജിച്ചുകൊണ്ടേയിരുന്നു, ശിവഭക്തനുമായിരുന്നു. അങ്ങനെ മഹേശ്വരന്റെ കൃപയാൽ ബുദ്ധി ക്ഷയിച്ചില്ല. കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മ ഹേമമാലിക്ക് ഇപ്പോഴുമുണ്ട്. അങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച് കഷ്ടപ്പെട്ട് ഒരിക്കല് ഈ ഹേമമാലി ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഹിമാലയത്തില് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആ ഒരു അവസരത്തില് അദ്ദേഹം ഒരു മുനിയെ കാണുകയാണ്. ആ മുനിയുടെ പേര് മാർക്കണ്ഡേയ മുനി എന്നായിരുന്നു. മാർക്കണ്ഡേയ മുനി ഹേമമാലിയെ കണ്ട ഉടനെ തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഹേമമാലി പറ്റിയത്? നീ എന്തു നീച പ്രവൃത്തി ചെയ്തിട്ടാണ് നിനക്ക് ഇത്തരത്തിലുള്ള ഒരു ദുഃഖമുണ്ടായത് എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്തരിച്ചു തന്നെ ഹേമമാലി പറയുന്നു. എന്നിട്ട് എനിക്കിപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് മാർക്കണ്ഡേയ മുനിയോട് ചോദിച്ചപ്പോൾ മാർക്കണ്ഡേയ മുനി പറഞ്ഞു കൊടുക്കുന്നു, ആഷാഢ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വരുന്നുണ്ട്, യോഗിനി ഏകാദശി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഏകാദശി എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് ഹേമമാലി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു. അതോടുകൂടി ഹേമമാലിയുടെ കുഷ്ഠരോഗമൊക്കെ മാറി ഹേമമാലി കുബേരന്റെ രാജ്യത്തിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് ഭാര്യയായ വിശാലാക്ഷിയുമായി സുഖമായി താമസിക്കുകയും ചെയ്തു. ഇതാണ് ഏകാദശിയുടെ കഥ. എന്നിട്ട് കൃഷ്ണൻ ഈ കഥ അർജുനന് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ അർജുന, യോഗിനി ഏകാദശിയുടെ കഥ കേട്ടാൽ മാത്രം മതി 88,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതിന് തുല്യമായ പുണ്യം ലഭിക്കുമെന്ന്. എന്നിട്ട് പറയുകയാണ്, ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും ഒരുവൻ മോചിപ്പിക്കപ്പെടും, അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യും. 3 ലോകങ്ങളിലും ഈ യോഗിനി ഏകാദശി പ്രസിദ്ധമാണ്. അത്രത്തോളം ശ്രേഷ്ഠമായ ഏകാദശിയാണ് ഈ ഏകാദശി എന്ന് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥയിലൂടെ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ കടമകൾ മറക്കരുത്, മടിയനാകരുത്. അങ്ങനെ ആയാൽ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിച്ചു പോയാൽ അവന് ദുരിതമായിരിക്കും ഫലം എന്നാണ് ഈ കഥയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കഥ നിങ്ങൾ ഏകാദശി ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കണം. പാരണാ സമയത്തും ഈ കഥ പറയണം. എന്നിട്ട്, അല്ലയോ ഭഗവാനെ, എൻ്റെ ഏകാദശി വ്രതം അവിടുന്ന് സ്വീകരിക്കണമേ, ഹേമമാലിയെ അനുഗ്രഹിച്ചതുപോലെ എന്നെയും അനുഗ്രഹിക്കണമേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, എനിക്ക് മോക്ഷം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇതാണ് കഥ. ഇനി നമ്മൾ അറിയേണ്ടത് പാരണാ സമയമാണ്. ഓരോ സ്ഥലങ്ങളിലും പാരണാ സമയം വ്യത്യാസമാണ്. പാരണ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോഴും പലർക്കും സംശയമാണ്. ഏകാദശിയുടെ ആ വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് പാരണ വീടേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ ആ ഒരു വ്രതം അവസാനിപ്പിക്കണം. അപ്പോഴും കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഈ കഥ നിങ്ങൾ പറയണം. ഭഗവാന്റെ
ആ തിരുമുഖത്ത് നോക്കി അല്ലെങ്കിൽ ആ തൃപ്പാദങ്ങളിൽ നോക്കി നിങ്ങൾ ഈ കഥ പറയണം. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതാണ് ചെയ്യേണ്ടത്. വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഈ സമയത്തിനുള്ളിൽ നാമം ജപിച്ച് ഈ കഥ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിണ്ടിയിൽ വെച്ചിരിക്കുന്ന തുളസി തീർത്ഥം സേവിച്ച് ഭഗവാന് നിങ്ങൾ എന്തെങ്കിലും പഴമോ പായസമോ എന്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നൈവേദ്യമായി സ്വീകരിച്ച് ഭഗവാനെ നമസ്കരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏകാദശി അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാരണാ സമയമാണ്. ചില സ്ഥലങ്ങളിൽ ഏകാദശി ദിവസത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ആദ്യമായിട്ട് കേരളത്തില് 11-ാം തീയതിയാണ് ഏകാദശി, 12 പാരണ. വ്യത്യാസമുള്ള സ്ഥലങ്ങൾ ഞാൻ അവസാനം പറയാം. കേരളത്തില് 12-ാം തീയതി രാവിലെ 6:10 മുതൽ 10:22 വരെയാണ്. തമിഴ്നാട് 5:49 മുതൽ 10:06 വരെ. കർണാടക 6 മണി മുതൽ 10:17 വരെ. തെലുങ്കാന 5:49 മുതൽ 10:11 വരെ. ഗോവ 6:11 മുതൽ 10:31 വരെ. ഒറീസ 5:14 മുതൽ 9:40 വരെ. മഹാരാഷ്ട്ര 6:08 മുതൽ 10:32 വരെ. മധ്യപ്രദേശ് 5:42 മുതൽ 10:11 വരെ. ആന്ധ്രാപ്രദേശ് 5:52 മുതൽ 10:09 വരെ. ഡൽഹി 5:32 മുതൽ 10:08 വരെ. ഉത്തർപ്രദേശ് 5:15 മുതൽ 9:48 വരെ. ഗുജറാത്ത് 6:12 മുതൽ 10:41 വരെ. രാജസ്ഥാൻ 5:41 മുതൽ 10:15 വരെ. പഞ്ചാബ് 5:34 മുതൽ 10:15 വരെ. ഹരിയാന 5:29 മുതൽ 10:09 വരെ. കൽക്കട്ട 5 മണി മുതൽ 9:28 വരെ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് 5:25 മുതൽ 10:04 വരെ. ജാർഖണ്ഡ് 5:10 മുതൽ 9:40 വരെ. ഹിമാചൽ പ്രദേശ് 5:26 മുതൽ 10 മണി 7 വരെ. ഛത്തീസ്ഗഡ് 5:29 മുതൽ 10 മണി 8 വരെ. ആസാം 4:39 മുതൽ 9:12 വരെ. കാശ്മീർ 5:32 മുതൽ 10:15 വരെ. ബീഹാർ 5 മണി 6 മുതൽ 9 മണി 39 വരെ. വിശാഖപട്ടണം 5:29 മുതൽ 9:52 വരെ. പോണ്ടിച്ചേരി 5:53 മുതൽ 10:09 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:02 മുതൽ 9:17 വരെ. പോണ്ടിച്ചേരി 5:53 മുതൽ 10:09 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:02 മുതൽ 9:17 വരെ. ഇനി ദുബായ് 5:37 മുതൽ 10:09 വരെ. അബുദാബി 5:42 മുതൽ 10:13 വരെ. ബഹറിൻ 4:53 മുതൽ 9:27 വരെ. കുവൈറ്റ് 4:57 മുതൽ 9:35 വരെ. സൗദി അറേബ്യ 5:12 മുതൽ 9:43 വരെ. ദോഹ 4:51 മുതൽ 9:23 വരെ. ഷാർജ 5:36 മുതൽ 10:08 വരെ. ഒമാൻ 5:27 മുതൽ 9:57 വരെ. ഇനി അർമേനിയ 5:43 മുതൽ 10:39 വരെ. സിംഗപ്പൂര് 7:05 മുതൽ 11:08 വരെ. ചൈന 4:46 മുതൽ 9:38 വരെ. മാലിദ്വീപ്സ് 6:01 മുതൽ 10:08 വരെ. മലേഷ്യ 7:10 മുതൽ 11:16 വരെ. ജോർജിയ 5:37 മുതൽ 10:36 വരെ. ഓസ്ട്രേലിയ 7:05 മുതൽ 10:28 വരെ. റഷ്യ 4:02 മുതൽ 9:44 വരെ. ഫിലിപ്പൈൻസ് 5:34 മുതൽ 9:52 വരെ. സ്വീഡൻ 3:52 മുതൽ 9:53 വരെ. ഫിൻലാൻഡ് 4:16 മുതൽ 10:22 വരെ. ഓസ്ട്രേലിയ അഡലേഡ് 7:22 മുതൽ 10:42 വരെ. ന്യൂസിലാൻഡ് 7:45 മുതൽ 8:34 വരെ. നേപ്പാൾ
5:16 മുതൽ 9:52 വരെ. UK മാഞ്ചസ്റ്റർ 4:55 മുതൽ 10:22 വരെ. ജർമ്മനി 4:58 മുതൽ 10:27 വരെ. ലിബിയ 6:08 മുതൽ 10:51 വരെ. ഇറ്റലി 5:46 മുതൽ 10:45 വരെ. അയർലൻഡ് 5:12 മുതൽ 10:44 വരെ. നോട്ടിംഗ്ഹാം UK 4:54 മുതൽ 10:25 വരെ. ഇസ്രായേൽ 5:43 മുതൽ 10:24 വരെ. ഉഗാണ്ട 6:51 മുതൽ 10:54 വരെ. ഇനി 10-ാം തീയതി ഏകാദശി, 11-ാം തീയതി പാരണ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. സ്കോട്ട്ലാൻഡ് US 10 ഏകാദശി, 11 പാരണ, 11-ാം തീയതി രാവിലെ 5:51 മുതൽ 10:48 വരെ. നൈജീരിയ 6:17 മുതൽ 10:29 വരെ. 10-ാം തീയതിയാണ് ഏകാദശി, 11 പാരണ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക 7:51 മുതൽ 11:12 വരെ. ന്യൂയോർക്ക് US 5:35 മുതൽ 10:33 വരെ. കാനഡ 5:25 മുതൽ 10:34 വരെ. ജോർദാൻ 5:40 മുതൽ 10:47 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 5:19 മുതൽ 10:38 വരെ. സാൻ ഫ്രാൻസിസ്കോ 5:57 മുതൽ 10:49 വരെ. മാൾട്ട US 5:22 മുതൽ 10:39 വരെ. അറ്റ്ലാന്റ US 6:16 മുതൽ 11 മണി വരെ. സാംബിയ 7:02 മുതൽ 10:20 വരെ. ഇതാണ് നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ പാരണാസമയം. ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് ചോദിക്കുക. അതല്ല, ഇനി ഏതെങ്കിലും രാജ്യങ്ങളിലെ പാരണാസമയം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ഇടുക. അതിന് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഏകാദശിയെ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഏകാദശി എടുക്കണം. ഏകാദശിയുടെ കഥ പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കണം. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. നാരായണ നാരായണ എന്ന് ജപിക്കണം. കഴിയുന്നതും നെയ്വിളക്കൊക്കെ തെളിയിച്ച് 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും വൈകുന്നേരവും നാമം ജപിക്കുക. പുണ്യങ്ങൾ ചെയ്യുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക. അന്നത്തെ ദിവസം നന്മ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച്, തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമയാചിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാന്റെ ഭക്തരെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.